മേടത്തിന്റെ രാശിപ്രമാണം എത്ര വിനാഴികയാണ്? 276 വിനാഴികയാണ് അല്ലെ. അതായത് ഈ ഒരു ദിവസം 6:45 മേടം രാശിയിലേക്ക് കടന്നു സൂര്യൻ മേടം രാശിയിലൂടെ 276 വിനാഴിക സഞ്ചരിക്കും. അതായത് ഏകദേശം 6624 സെക്കൻഡ്. ഈ 6624 സെക്കൻഡ് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചാൽ ഒരു വിനാഴിക എന്നത് 24 സെക്കൻഡാണ്. അങ്ങനെയെങ്കിൽ 276 വിനാഴിക എത്ര സെക്കൻഡാണ് എന്നറിയാൻ 24 കൊണ്ട് കൂട്ടി നോക്കിയാൽ മതി. അതിന് ലഭിച്ചതാണ് 6624 സെക്കൻഡ് എന്നുള്ളത്. ഈ 6624 സെക്കൻഡ് എത്ര മിനിറ്റാണ് എന്ന് അറിയാൻ ഇതിനെ 60 കൊണ്ട് ഭാഗിച്ചു നോക്കാം. അങ്ങനെ ഭാഗിക്കുമ്പോൾ 110.4 മിനിറ്റ് എന്ന് ലഭിച്ചു. നമുക്കറിയാം 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ എന്നത്. ഇവിടെ നമുക്ക് 110.4 മിനിറ്റ് ലഭിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു മണിക്കൂർ 50 മിനിറ്റ്. നമുക്കറിയാം 6:45 മുതൽക്കാണ് മേടം ഉദയം ചെയ്തത്. മേടത്തിന്റെ രാശിപ്രമാണം 276 വിനാഴികയാണ്. അതായത് ഏകദേശം ഒരു മണിക്കൂർ 50 മിനിറ്റ്. ഈ ഒരു മണിക്കൂർ 50 മിനിറ്റ് നമ്മൾ 6:45 ചേർക്കുമ്പോൾ 8:35 എന്ന് ലഭിക്കും. അതായത് 6:45 ആരംഭിച്ച മേടലഗ്നം ഒരു മണിക്കൂർ 50 മിനിറ്റ് ദൈർഘ്യത്തിൽ ഏകദേശം 8:35 വരെ ഉണ്ടാകും. അത് കഴിയുമ്പോൾ ഇടവം ലഗ്നം ആരംഭിക്കും. ഇടവ ലഗ്നം എത്ര സമയം ഉണ്ടാകും എന്ന് മനസ്സിലാക്കാൻ ഇടവത്തിന് നേരെയുള്ള രാശി പ്രമാണം എടുത്ത് നമ്മൾ ഈ ചെയ്തതുപോലെ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് എത്ര മണിക്കൂർ ഇടവം ലഗ്നം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതിനനുസരിച്ച് കൃത്യമായ ലഗ്നവും കണക്കുകൂട്ടാം. ഒരു പക്ഷേ ഉച്ച കഴിഞ്ഞ് 2-3 മണിക്കാണ് ജനിക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ ലഗ്നം കാണേണ്ടത് എങ്കിൽ ഇതുപോലെ രാശി പ്രമാണം കൂട്ടി ഏത് സമയത്താണോ ജനിക്കുന്നത് ആ സമയം വരുന്ന രാശി പ്രമാണം ഏതാണോ ആ രാശിയായിരിക്കും ഇതിന്റെ ലഗ്നം. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. 2021 ഏപ്രിൽ 6 അഥവാ മീനമാസം 23-ാം തീയതി പുലർച്ചെ 7 മണിക്ക് ജനിച്ച കുട്ടിയുടെ ലഗ്നം മേടമാണോ എന്ന് നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ലഗ്നം രേഖപ്പെടുത്തിയിരിക്കുന്നത് മേടം നമ്മൾ കണ്ടുപിടിച്ചത് ശരിയായാൽ ഇനി നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി പരിശോധിച്ച് നോക്കാം. അതിലൊന്ന് നമ്മൾ പറഞ്ഞിരുന്നു 6:45 വരെ അന്ന് മീനം ലഗ്നമായിരുന്നു എന്ന്. അപ്പോൾ നമുക്ക് 6:45 ജനിച്ച അല്ലെങ്കിൽ 6:45 എന്ന സമയത്തെ ലഗ്നം ഏതാണ് എന്ന് ഒന്ന് എടുത്തു നോക്കാം. ഇത് കണ്ടില്ലേ, 2021 ഏപ്രിൽ 6 നമ്മൾ പുലർച്ചെ 6:45 ആ ഒരു സമയത്തെ ലഗ്നം എടുത്തപ്പോൾ മീന ലഗ്നമാണ് കാണുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു 6:45 ശേഷം അതായത് 6:46 മുതൽ മേടം ലഗ്നം ഉദയം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് 6:47 ഇതേപോലെ നോക്കിയാലോ ലഗ്നം എവിടെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ പറഞ്ഞിരുന്നു മേട ലഗ്നത്തിലേക്ക് കടന്നത് 6:45 പക്ഷെ ഇവിടെ നമ്മൾ 6:47 എടുത്ത് നോക്കിയപ്പോഴും ലഗ്നം ഇപ്പോൾ നിൽക്കുന്നത് മീനം രാശിയിൽ തന്നെയാണ്. എന്നാൽ 6:48 ലഗ്നം നിൽക്കുന്നത് മേടം രാശിയിൽ. അതായത് നമ്മൾ കണക്ക് കൂട്ടിയപ്പോൾ ആദ്യം 6:45 ശേഷം മേടം രാശിയിലേക്ക് ലഗ്നം കടന്നു എന്ന് നമ്മൾ ജനിച്ചെടുക്കും. പക്ഷേ കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ 6:48 മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് ലഗ്നം കടന്നു. 6:45 6:48 ഇടയ്ക്ക് ഏകദേശം 3 മിനിറ്റിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇത് നമുക്ക് പറ്റിയ തെറ്റല്ല, മറിച്ച് നമ്മൾ എടുത്ത രാശി പ്രമാണത്തിന്റെ കുഴപ്പമാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു കുട്ടി ജനിച്ചാൽ അല്ലെങ്കിൽ ഒരു സംഭവം നടന്നാൽ ലഗ്നം കണക്കാക്കുമ്പോൾ ആ സ്ഥലത്തിന്റെ രാശി പ്രമാണം നമ്മുടെ കൈവശം ആവശ്യമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ മിനിറ്റുകളുടെ വ്യത്യാസം ഉണ്ടാകാം. അതുകൊണ്ട് ലഗ്നം ചിന്തിക്കുമ്പോൾ കൃത്യമായി ലഭിക്കുന്നത് തന്നെ ഉപയോഗിച്ചു. ഈ 60 മിനിറ്റ് ഇഷ്ടപ്പെട്ടു ഷെയർ ചെയ്തിരിക്കുക. ഒപ്പം തന്നെ ആയിരുന്നു മീഡിയ ഫേസ്ബുക്ക്
Power on. Bluetooth mode. You are now connected. Power on. Bluetooth mode. You are now connected. Power on. Bluetooth mode. Power on. Bluetooth mode. You are now connected. Power on. Bluetooth mode. Power on. Bluetooth mode. You are now connected. പതിനൊന്ന് അക്ഷരങ്ങളുണ്ടാകും. ഈ അക്ഷരങ്ങളെ സാധാരണ രീതിയിൽ ഗ്രഹസ്ഥിതി എന്ന് പറയും. പക്ഷേ ഗ്രഹസ്ഥിതി എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളാണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളല്ല. നമ്മുടെ ശരീരത്തിനകത്തുള്ള സൂക്ഷ്മ ശക്തികളെ സൂചിപ്പിക്കുന്ന പ്രതീകങ്ങളാണ്. ഒരു പ്രതീകം എന്ന് പറഞ്ഞ സിംബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രതീകത്തിലൂടെ ഒരുപാട് മെസ്സേജ് നമുക്ക്